ക്വസ്റ്റൻസിന്റെ ക്വാളിറ്റി അസസ് ചെയ്യാൻ ഇതേ ചാനൽ തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റന്റെ ക്വാളിറ്റി ഞാൻ അസസ് ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഐ എം എ ലൈസൻസ് RC രജിസ്റ്റർഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഡോക്ടർ ചോദിക്കുന്ന ചോദ്യത്തിന് ഡോക്ടർ ആയിട്ട് ഉത്തരം പറയാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ എന്റെ രീതിയിൽ ഉത്തരങ്ങളെ പറയത്തുള്ളൂ. ഉത്തരമല്ല, ക്വാളിറ്റി ഓഫ് യുവർ ക്വസ്റ്റൻ. അപ്പൊ ഞാൻ മിണ്ടണ്ടേ? അല്ല, അത് ശാരികയുടെ ഇഷ്ടം മിണ്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനില്ല. അവരുടെ ഹസ്ബൻഡ് കലവില സൗണ്ട് ആണല്ലേ ഈ കലവില സൗണ്ട് ഉണ്ടാക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായി കാണാം. പേര് ശാരിക. രേണു സുധിയെ ഇന്റർവ്യൂ ചെയ്ത് ഒന്ന് എയറിൽ കയറിയായിരുന്നു. അങ്ങനെ എയറിൽ കയറി നിന്നപ്പോൾ സ്വന്തം ചാനലിൽ വന്നിരുന്നു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇതാ ഉദ്ദേശിച്ചത്, രേണു സുധിക്ക് എല്ലാം അറിയാമായിരുന്നു, നിങ്ങളെന്തിനാ എന്നെ കുറ്റം പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നതും നമ്മൾ കണ്ടതാണ്. എന്നാലും ശാരിക അന്ന് രേണു സുധിയെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്തതോടുകൂടി രേണു സുധിക്ക് ഉണ്ടായിരുന്ന നെഗറ്റീവുകളെല്ലാം അന്നത്തോടുകൂടി ഇല്ലാതായി. ആ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നതോടുകൂടി ശാരിക എയറിലാവുകയും രേണു സുധിക്ക് സപ്പോർട്ട് കിട്ടുകയും ചെയ്തു. അന്ന് ഈ ഇന്റർവ്യൂ വന്നത് മൈൽ സ്റ്റോൺ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ്. ഇന്ന് ശാരികയെ അവിടെ ഹോട്ട് സീറ്റിൽ വിളിച്ചിരുത്തി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഗായത്രി എന്ന് പറയുന്ന വ്യക്തി ഇന്റർവ്യൂ നടത്തുന്നു. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തന്നെയാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഗായത്രി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തറുതല പറയുന്നതാണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത്. ശാരികയെ ശരിക്കുമിട്ട് ഈ പ്രോഗ്രാമിൽ വാട്ടുന്നുണ്ട്. എന്തായാലും രേണു സുധിയെ വിളിച്ചിരുത്തി ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ രേണു സുധിക്ക് സപ്പോർട്ട് കിട്ടിയതുപോലെ ശാരികയ്ക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് കരുതി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇറക്കിയ പരിപാടിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശാരികയോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ ചില കഴമ്പുകൾ ഉണ്ട്. എന്തായാലും ചൊറിച്ചിൽ ഇന്റർവ്യൂവിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ചോദിക്കുന്നത്, ശാരിക പറയുന്നത് ഓഡിയൻസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഓഡിയൻസിന് ഇത്രയും ദേഷ്യം വരേണ്ട കാര്യം എന്താണ്? ഇല്ല, ശാരിക പറഞ്ഞില്ലേ ഇത് ഹോട്ട് സീറ്റ് ആണ്, ഓഡിയൻസ് ഒരുപാട് ആൾക്കാർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഈ ഷോ ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്യുമ്പോൾ അത് കണ്ട ആൾക്കാർ ഏതാണ്ട് 15 ലക്ഷത്തിനടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതിൽ എന്നെ തെറിവിളിച്ചെന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഏതാണ്ട് 9K ആൾക്കാരേ ഉള്ളൂ. അതിൽ 9,000 പേരേ ഉള്ളൂ. ബാക്കി ഏതാണ്ട് 12 ലക്ഷം ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇല്ലെങ്കിൽ 12-13 ലക്ഷം തെറിയാനകത്ത് വരണ്ടേ? അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ ഈ ഷോയുടെ ഒരു സെനാരിയോ മനസ്സിലാക്കുന്നില്ല, അതിലൊരു ക്യാരക്ടർ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും കണ്ടുപിടുത്തമൊക്കെ കൊള്ളാം. കമന്റ് ഇട്ടവരുടെ പ്രശ്നമാണ്, അല്ലാതെ ശാരികയുടെ പ്രശ്നമല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കണ്ട നിങ്ങളെ കുഴപ്പമാണ്, അല്ലാതെ ശാരിക എന്റെ അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ കമന്റ് ഒക്കെ ഇരുന്ന് എണ്ണിട്ടുണ്ട് കേട്ടോ. ഏകദേശം 9,000 പേരെങ്ങാണ്ട് മാത്രമേ ശാരികയെ കുറ്റപ്പെടുത്ത അല്ലെങ്കിൽ തെറി വിളിച്ച് കമന്റ് ഇട്ടിട്ടുള്ളൂ. ബാക്കി എങ്ങാണ്ട് 12 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവരാരും കുറ്റം പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആകെപ്പാടെ ആ വീഡിയോക്ക് 9K കമന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ആ വന്ന കമന്റ് മൊത്തം ശാരികയ്ക്കെതിരാണ്. എന്തായാലും കണ്ടുപിടുത്തമൊക്കെ കൊള്ളാം, പക്ഷെ ചെറുതായിട്ട് ജീറ്റി പോയെന്നേ ഉള്ളൂ. ഞാൻ കൂടുതലും അതിലൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള കാരണം പോലും ഈ പറയപ്പെടുന്ന ഈ എന്നെ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഒരിക്കൽ പോലും ഈ ഇന്റർവ്യൂവിന് മുൻപ് രേണു സുധിയെ ഒരിക്കലും പോഴ്ത്തിയിട്ടില്ല. അവരുടെ കഴിവുകളെ കുറിച്ച് വാദോരാതെ സംസാരിച്ചിട്ടില്ല. അവർ ചോദിച്ച അതേ ചോദ്യങ്ങൾ ക്രോഡീകരിച്ച് ഞാൻ ഹോട്ട് സീറ്റിന്റെ രീതിയിൽ രേണുവിനോട് ചോദിച്ചു. പക്ഷേ എന്നിട്ട് ആൾക്കാർ ഇപ്പൊ മറുകണ്ഠം ചാടി പലകണ്ഠം ചാടി നടക്കുന്നു. അതെനിക്ക് മനസ്സിലാവുന്നില്ല. അവരെയാണ് നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. നന്മ പറഞ്ഞ ആൾക്കാരല്ല എന്നെ ഈ ചീത്ത പറഞ്ഞു മെഴുകുന്നത്. അപ്പൊ ശാരിക ഇവിടെ പറഞ്ഞു വെക്കുന്നത് നാട്ടുകാർ ചോദിച്ചത് മാത്രമേ ഞാൻ രേണുവിനോട് ചോദിച്ചിട്ടുള്ളൂ എന്നാണ്. പിന്നെ പറയുന്നത് നാട്ടുകാർക്ക് എന്തും ചോദിക്കാം, അത് ഞാൻ ചോദിച്ചപ്പോഴാണ് പ്രശ്നമായത്. നാട്ടുകാർ എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിനും മറുകണ്ഠം ചാടി അന്നപരിപാടി കാണിച്ചു എന്നൊക്കെയാണ് ശാരിക ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നേരെ മോശമായിപ്പോ നാട്ടുകാരെ. അത്രയും നാളെ രേണുവിനെ കുറ്റം പറഞ്ഞിട്ട് ശാരിക അതെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചപ്പോൾ നിങ്ങൾ മറുകണ്ഠം ചാടിയത് വളരെയധികം മോശമായിപ്പോയി. അത് ശാരികയ്ക്ക് വല്ലാതെ ഫീലായെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ശാരികയോട് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു ഇന്റർവ്യൂവർ അല്ലേ, ഒരു ആങ്കർ അല്ലേ, സ്വന്തമായിട്ട് ചോദ്യങ്ങളൊന്നുമില്ലേ? വല്ലവനും കമന്റ് ബോക്സിൽ തന്തയിലായി എഴുതി വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണോ നിങ്ങൾ ചോദിക്കാനിരിക്കുന്നത്? അതാണോ മാന്യത? പിന്നെ ശാരികയ്ക്ക് നിലപാടുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാരണം നിലപാടില്ലാത്തൊരു വ്യക്തിയാണെന്ന് ഇതിന് മുമ്പ് കുറെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണുന്നുണ്ട്. കാരണം പറഞ്ഞ നിലപാടുകൾ തന്നെ വേറൊരു സ്ഥലത്ത് മാറ്റി പറയുന്നുണ്ട് ശാരിക. നിലപാടില്ലാത്തൊരു വ്യക്തിയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഇത് വേറൊന്നുമല്ല, അവിടുന്ന് ഒരു ചോദ്യം വന്നപ്പോൾ കയ്യിൽ നിന്ന് ഫുള്ള് പോയി. അപ്പൊ നാട്ടുകാരുടെ തലയിലൂടെ ഇട്ടേക്കാന്ന് വിചാരിച്ചു. വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അവര് ഹസ്ബൻഡ് ഇപ്പൊ സുധിച്ചേട്ടൻ നിങ്ങളിപ്പോ ചെയ്യണതൊക്കെ കണ്ടിട്ട് വളരെയധികം സന്തോഷത്തിലാണോ എന്നൊക്കെ ഇരിക്കണത്. ഡു യു റിയലി തിങ്ക് ദാറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ ടു ആസ്ക് സമ്മൺ? ഞാൻ ഷോ ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നൈസ് ആണോ അല്ലെങ്കിൽ നൈസ് അല്ലയോ എന്നുള്ളത് രേണു സുധിയാണ് അപ്പൊ പറയുന്നത്. ശാരിക അപ്പൊ ഷോ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തെറ്റിത്തരവും ചോദിക്കുമെന്നാണ് ശാരിക ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് പണ്ട് മറ്റേ ദിലീപിന്റെ ഒരു സിനിമയ്ക്കകത്തൊരു പുള്ളി ഉണ്ടല്ലോ, ഷോ മസ്റ്റ് ഗോ ഓൺ എന്നൊക്കെ പറയുന്ന പുള്ളി പറയുന്ന കൂട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് എന്ത് തെണ്ടിത്തരം ചോദിച്ചിട്ടാണെങ്കിലും ഷോ മുമ്പോട്ട് കൊണ്ടുപോകണം. പിന്നെ ഈ ചോദിക്കുന്ന തെണ്ടിത്തരങ്ങളൊക്കെ ഗസ്റ്റിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് പറയാം, അപ്പൊ വേണമെങ്കിൽ ഞാൻ നിർത്താം, അല്ലാതെ സ്വയമേ ഞാൻ നിർത്തില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതൊക്കെ സ്വയം അംഗീകരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നാട്ടുകാർക്ക് ഒരു കൺഫ്യൂഷൻ നിന്നേനെ. രേണു സുധി എന്തിനാണ് ശാരിക എന്ത് ഹോട്ട് സീറ്റും ആയിക്കോട്ടെ, നിങ്ങൾ അഹങ്കാരിയാണ്, നിങ്ങൾക്ക് എന്തൊരു ധാഷ്ടിയാണ്. പിന്നെ ശാരികയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോക്കുണ്ടല്ലേ പ്രോഗ്രാമിൽ നിന്ന്. ശാരിക തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ടെന്ന്. ശാരിക തന്നെ ഇറങ്ങിപ്പോകുന്നത്. ശാരിക എന്തിനാ ശാരികയുടെ പ്രോഗ്രാമിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകുന്നത്? ആ ഒരു ചോദ്യം കൊള്ളാം കേട്ടോ. കാരണം ഇവരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ പലപ്പോഴും ഞാനും വിചാരിച്ചിട്ടുണ്ട്, ഇവര് ഗസ്റ്റിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇവര് ഗസ്റ്റ് അതിന് പറയുന്ന മറുപടി സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവരാണ് മൈക്ക് പറഞ്ഞിട്ട് ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്.
സാധാരണ ഇവരുടെ ചോദ്യം കേട്ടോണ്ട് ഗസ്റ്റ് ആണ് മൈക്ക് എടുത്ത് പോകുന്ന കറിഞ്ഞിട്ട് ഇറങ്ങി പോകേണ്ടത്. പക്ഷെ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. കാരണം ഗസ്റ്റ് ഇറങ്ങി പോകുന്നതിനേക്കാളും വെറൈറ്റി ആണല്ലോ ആങ്കർ ഇറങ്ങി പോകുന്നത്. കാരണം ചൊറിയുന്ന ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് അവർ പറയുന്ന ഉത്തരങ്ങൾ സഹിക്കാൻ വയ്യാതെ ഇറങ്ങി പോകുന്ന ഒരു വെറൈറ്റി. എന്തായാലും ഇതിനൊരു ഉത്തരം പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാതെ. ചില ഹോട്ട് സീറ്റിലും ചില ഗസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ പ്രൊവോക്ക് ചെയ്തെന്നിരിക്കാം. അപ്പൊ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും, ഞാൻ ചിലപ്പോൾ ഇറങ്ങിപ്പോ, ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇറങ്ങിപ്പോ. അത് കൊള്ളാം, ഒരു മികച്ച മറുപടി. ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ സഹിക്കാൻ കഴിയത്തില്ല, ഞാൻ ഇറങ്ങി പോകുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയോടെ. ഗസ്റ്റിനെ ചൊറിയാൻ വേണ്ടി മാക്സിമം ചൊറിയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും, ഗസ്റ്റിന് അത് നല്ലപോലെ കൊള്ളും. അപ്പൊ ഗസ്റ്റ് ഒരു മറുപടി പറയും. ഇങ്ങനെയുള്ള ചൊറിയും ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു ഇതിനുള്ള മറുപടി കേട്ടിട്ട് സ്വയം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇറങ്ങി പോകുന്ന ഒരു അവതാരിക. എന്നാ പിന്നെ എനിക്ക് ശാരികയോട് ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ളതൊന്നും ചോദിക്കാതിരുന്നാ പോരെ. എന്തായാലും എന്തോ ആ ഷോർട്ട് ടെമ്പേർഡ്നെസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ശാരികയുടെ പ്രോഗ്രാം അത് ഞാൻ നിങ്ങളുടെ ക്ലിനിക്കിൽ വന്നാൽ പോരെ, ഇവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഷോർട്ട് ടെമ്പേർഡ്നെസ് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അത് നമുക്ക് തോന്നില്ല, മറ്റുള്ളവർക്ക് തോന്നുന്നു. ആരെയും മറ്റുള്ളവരാരാണ്? നിങ്ങൾ രേണുസുതിയോട് ചോദിച്ചില്ല. രേണുസുതി ഇറങ്ങി പോയില്ലല്ലോ ഷോയിൽ നിന്ന്. എന്റെ ഷോർട്ട് ടെമ്പേർഡ്നെസ് ശാരികയാണ് ഇറങ്ങി പോകുന്നത്. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കണം? നിങ്ങൾക്ക് എന്താ തലവേദന? ശാരിക ഇടയ്ക്കിടയ്ക്ക് എന്തിനാ സ്വന്തം പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? അതിന് മറുപടി എനിക്ക് ചെവി കേട്ടൂടെ? ഞാൻ മറുപടി പറഞ്ഞില്ലേ? ഈ ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങ് ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തോന്നല്ലേ ഇത്, ചുമ്മാ ഇരുന്ന് അങ്ങ് ദേഷ്യപ്പെടുവാണ്. എന്തായാലും അപ്പുറത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആള് കൊള്ളാം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് കറക്റ്റ് ആളിനെ തന്നെയാണ് കൊണ്ടുവന്നിരുത്തിയത്. എന്തായാലും മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ശാരിക. കാരണം എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കോളും, ഇമാതിരി ചൊറിയും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സ്വയമേ കളൊക്കെ മേടിച്ചു കൂട്ടിക്കോളും. റീച്ചും പൈസയൊക്കെ കിട്ടുന്ന മൈൽ സ്റ്റോൺ മേക്കേഴ്സിനുമായിരിക്കും. എന്തായാലും മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് പക്കാ ലാഭമാണ്. ശാരിക കുറച്ച് തെറിവിളിയൊക്കെ കേൾക്കുന്നേ ഉള്ളൂ. ശാരിക ഇത്രയും നേരം സംസാരിക്കണേന് ശാരിക ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒച്ചയെടുത്ത് പേടിപ്പിച്ച് ഗസ്റ്റിനെ പേടിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ വല്ല എന്റെ ദംഷ്ടറുകൾ വല്ല ഇറങ്ങി വരുന്നത്? ഞാൻ വല്ല യക്ഷിയാണോ പേടിപ്പിക്കാൻ? എന്താണ് പേടിപ്പിക്കാൻ? The way you are asking those questions, അവിടെയാണ് പ്രശ്നം വരുന്നത്. ആ ക്വസ്റ്റ്യൻസ് തുടക്കം തൊട്ട് അവസാനം വരെ കാണുമ്പോൾ ആൾക്കാർക്ക് അവർ അൺകംഫർട്ടബിൾ ആവുന്നു. അവർക്ക് വേറെ ഒരു എന്താണെങ്കിലും അവർ വന്നു പോയി പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റാത്ത രീതിയിലാണ് അവർ ഇരിക്കുന്നതെന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. അതിന് എന്താ ശാരികയുടെ അഭിപ്രായം? എന്താണ്? ഹലോ ഡോക്ടർ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് തെറ്റാണ് ഡോക്ടറോട് ചെയ്ത്, ഈ നാട്ടുകാരോട് ചെയ്ത്? ഞാൻ എന്റെ ഷോ ഡിമാൻഡ് ചെയ്യുന്നു, പെർഫെക്റ്റ് ആകണം, ആ ഗസ്റ്റ് പ്രൊവോക്ഡ് ആകണം. ആ ഒരു ഉത്തരവാദിത്തം ഞാൻ വളരെ ഭംഗിയോട് എന്നെ ഏൽപ്പിച്ച ആൾക്കാരോട് ഭംഗിയോട് നിറവേറ്റി കൊടുത്തു. ആ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ? അതൊരു തെറ്റാണോ? എന്റെ ജോബ് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളൊരു തെറ്റാണോ? അതിനപ്പുറത്തിരിക്കുന്ന ഗസ്റ്റിനെ 100% സാറ്റിസ്ഫൈഡും കംഫർട്ടും ആക്കിക്കൊണ്ടാണ് ആ ഷോ നടന്നു പോയത്. അതിന് ഇങ്ങനെയൊക്കെ എന്നെ ഇങ്ങനെ കൊണ്ടിരുത്തി വധിക്കേണ്ട ആവശ്യമുണ്ടോ? ഹ്യൂമിലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ദിസ് ഇസ് ടു ഹാർട്ടിങ്. നിങ്ങളൊരു ഹ്യൂമൻ ബീങ് അല്ലേ? ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമൻ ബീങ് ആണ്, ഒരു ലേഡിയാണ്, ഞാനൊരു ആങ്കർ ആണെന്നൊരു പരിഗണന പോലും തരാതെ നിങ്ങൾ വളരെ പുച്ഛിച്ച് അട്ടഹസിച്ചുകൊണ്ട് എന്നോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എനിക്കിത് ഷോ അല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തുടർന്ന് പോകാൻ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഐ ആം ടോട്ടലി. ശാരിക കരയാൻ വേണ്ടി മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംസാരിച്ചത്? അയ്യേ, ആർക്കറിഞ്ഞ്? അത് നിങ്ങളുടെ തോന്നല. അതൊക്കെ എനിക്കറിയാം പോലും. അതിന് ചെയ്ത് പുളിക്കും. ഞാൻ ക്യാമറ മുന്നിൽ ഒരു കാലത്തും കരയാൻ പോകുന്നില്ല. ഇതാണ് പ്രശ്നം. പ്രശ്നം നിങ്ങൾക്ക് പുച്ഛിക്കാമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാം. നിങ്ങളുടെ ചിരി ആദ്യം ഒന്ന് നിർത്തും. എനിക്ക് തീരെ പിടിക്കുന്നില്ല ഏട്ടാ നിങ്ങളുടെ ചിരി. എന്തായാലും ഇത് ഇത്രയും നേരം നിങ്ങൾ കണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് സ്ക്രിപ്റ്റഡ് ആണെന്നൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ? എന്തായാലും കൊള്ളാം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ശാരികയ്ക്ക് കുറെ തെറി മേടിച്ചു കൊടുത്തോണ്ടാണോ ഇനി ഇങ്ങനെ ഒരു പരിപാടി ഇറക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇങ്ങനെ ഒരു പരിപാടിയിൽ ശാരിക ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് രേണുസുതി ഇരുത്തിക്കൊണ്ട് ശാരിക ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് രേണുസുതി അൺകംഫോർട്ടബിൾ ആക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. ശാരികയെ ഇതുപോലെ അൺകംഫോർട്ടബിൾ ആക്കിയിട്ട് ശാരിക അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ, അതായത് ഉത്തരം പറയാൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ രേണുസുതിക്ക് കിട്ടിയ പോലത്തെ ഒരു സപ്പോർട്ടൊക്കെ ശാരികയ്ക്ക് കിട്ടുമെന്നൊക്കെ ഓർത്തോണ്ടാണോ ഇനി ഈ പരിപാടി ഇറക്കിയെന്നും അറിഞ്ഞുകൂടാ. കാരണം ആ ഒരു പരിപാടി ഇപ്പൊ ട്രെൻഡിങ് നിൽക്കുന്ന ഒരു പരിപാടിയാണല്ലോ. എന്തായാലും അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പരിപാടി ഇറക്കിയതെങ്കിൽ 8 നില പൊട്ടിയെന്ന് മാത്രമേ പറയാനുള്ളൂ. ശാരികയ്ക്ക് ഇനിയും ഇതും കണ്ടിട്ട് കുറെ തെറിവിളി കമന്റുകൾ വരുമെന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകുന്ന എനിക്ക് അതിന് ആരും വന്നിരുന്നു ശാരികയോട് അങ്ങനെ എന്തിനാണ് ചോദിച്ചത്, അവരവിടെ ഇരുന്ന് ഒരുങ്ങുന്ന കണ്ടല്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തിനാണ് ചോദിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശാരികയുടെ മറുപടി അങ്ങനത്തെയാണ്. എനിവേ, ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശാരികയുടെ ഇത് ദൈവം തോന്നുന്നുണ്ടോ? മനസ്സലിവ് തോന്നുന്നുണ്ടോ? ആ പെൺകുട്ടി എന്തിനാണ് അവിടെ കഷ്ടപ്പെടുത്തുന്നതൊക്കെ പറയാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്.